ചേച്ചി, ഡി ചേച്ചി, ഫോണും വിളിച്ചെടുക്കത്തില്ല. നിന്നെ ഇന്ന് പ്രിയ അന്വേഷിച്ചായിരുന്നു കേട്ടോ. അവൾക്ക് എന്താണെന്നറിയത്തില്ല, നാത്തൂനോട് ഇപ്പോൾ ഒരു സ്നേഹം. എനിക്കല്ലേ അറിയത്തുള്ളൂ ഇവിടെ മോഡൽ ചേച്ചിക്ക് ഡോക്ടർ എന്നോട് പുജ്ഞമാണെന്ന്.
പൈസ ചോദിക്കണോ? പൈസ ചോദിക്കാൻ ചെന്നില്ല അയാൾ എറിയും പറയും. ചോദിക്കാൻ ചെന്നാൽ ചിലപ്പോൾ എൻ്റെ കുടുങ്ങി കയറി പിടിക്കും. എന്തായാലും ആട്ടെ. സാറേ, സാർ ഇരിക്കടോ. എന്താ ഇടൂ? സാർ, വീണ്ടും ഒരു മർഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു സീരിയൽ കില്ലറാണെന്നാണ്. സാർ, ഞാനത് പറയാൻ കാരണമുണ്ട്. കൊല നടന്ന ദിവസങ്ങൾ സെപ്റ്റംബർ 1, ഒക്ടോബർ 1, നവംബർ 1. 3 പേരുടെയും ഉള്ളിലേക്ക് താഴെ കൂടെ ഇരുമ്പുപൊടി കയറ്റിയിട്ടുണ്ട്. ശരീരത്തിലെ മറ്റു മുറിവുകളും ഒരുപോലെ. സാർ, പക്ഷേ നമ്മൾ മിസ് ചെയ്യുന്ന ഒന്നുണ്ട്. കോമൺ ഫാക്ടർ. ഇവർ 3 പേരിലും പൊതുവായ ഒന്ന് അതല്ലേ? സാർ, ഇവർ 3 പേരും തമ്മിലില്ല. പക്ഷേ ആദ്യത്തതും രണ്ടാമത്തെ ആളും തമ്മിൽ ഒരു കോമൺ ഫാക്ടറുണ്ട്: ഫേസ്ബുക്ക്. ആദ്യമൊക്കെ കല്യാണം കഴിക്കണമെന്നായിരുന്നു. പിന്നെ ടോൺ മാറി. ഒടുവിൽ കൂടെ കിടക്കണമെന്നായപ്പോൾ അയാളെ 4 തെറിയും പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് അവള് പോയി. ഡേറ്റ്? സാർ, എടോ, ബ്ലോക്ക് ചെയ്ത ഡേറ്റ്? അതായത് ദീപിക കൊല്ലപ്പെടുന്ന ഒരു ദിവസം മുമ്പ്, ഓഗസ്റ്റ് 31. സെപ്റ്റംബർ 1 ഇയാളെ ദീപികയുടെ വീടിൻ്റെ പരിസരത്ത് ആരെങ്കിലും കണ്ടതായിട്ടുണ്ടോ? സാർ, അത് ഇതാ ചെറുക്കനല്ലേ? നിങ്ങൾക്ക് ഇയാളെ അറിയോ? അറിയാവെന്ന് ചോദിച്ചാ അങ്ങനെ അത്ര വലിയ അടുപ്പമൊന്നുമില്ല. ഒരു വട്ടം കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നമ്മുടെ ചത്തുപോയ ദീപിക കൊച്ചില്ലയോ, അതിന്റെ വീട്ടിൽ വെച്ച്. എന്ന്? അത് ആ കൊച്ചു മരിച്ച ദിവസം. ഇയാളെ മാത്രം ഇത്ര ഓർക്കാൻ കാരണം എന്താ? അതോ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. തന്നോടല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞേ. മോളെ, ആ പാത്രം ഇങ്ങെടുത്തേ. ഇന്നിച്ചിരി വലിയ കക്കാർച്ചിയുള്ളേ. ഇന്ന് വേണ്ടേ ചേച്ചി? ഡോ തന്നോടത്ത് ഇറങ്ങി പോവാൻ പറഞ്ഞില്ലേ? മോളെ, ആ പാത്രം ഇങ്ങെടുക്ക്. പൈസ നാളെ ആയാലും മതി. ചേച്ചിയോട് മലയാളത്തിലല്ലേ പറഞ്ഞു ഇന്ന് വേണ്ടാന്ന്? എന്താ ദീപിക ഇത്? ശല്യം. അതെ, താൻ വിഷമിക്കണ്ട. ഇതിന് എത്ര രൂപ വേണേലും ഞാൻ തരാം. എത്രയായി? 500 മതിയോ? ഈ എന്താ പേര്? ലളിത. ലളിത. KPC? KSRTC. KSRTC. ബാക്കി വേണ്ട വെച്ചോ. വല്ലപ്പോഴും എനിക്ക് ഇത്തിരി ഇറച്ചി വന്ന് സഹായിച്ചാൽ മതി. അത് 500 രൂപയുടെ ബാക്കി വാങ്ങിക്കാത്ത ആളെ ആരെങ്കിലും മറക്കുമോ സാറേ? അത് മാത്രമല്ല, അന്ന് ആദ്യമായിട്ടാ ദീപിക കൊച്ച് എന്നോട് അങ്ങനെ പെരുമാറുന്നത്. ഞാൻ എല്ലാ ദിവസവും കൊച്ചിന് കക്കാർച്ചി കൊടുക്കാറുള്ളതാ. കൊച്ചിൻ്റെ അനിയന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കക്കാർച്ചിയാ. അവർ വരച്ച് ഇത്ര നാളായിട്ട് ഈ കാര്യം എന്താ താൻ ആരോടും പറയാഞ്ഞ? ഞാൻ ചോദിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ. ആര് ചോദിച്ചപ്പോ? അത് വരണം സാർ. ഇരിക്കും.
ഞാനാ സാറേ, ഞാനാ. അന്ന് വൈകി വീട്ടിലെത്തിയ ഞാൻ കണ്ടത് എൻ്റെ ചേച്ചിയുടെ ഒരനിയൻ ഒരിക്കലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ ചേച്ചി കിടന്നിരുന്നത്. ആളുകൾ എത്തുന്നതിന് മുമ്പ് ഞാൻ ചേച്ചി അവിടെ നിന്ന് മാറ്റി. ചേച്ചി എണീക്ക്. ചേച്ചി എന്നെ ഒന്ന് നോക്കി. എനിക്ക് ആരും ഇല്ല ചേച്ചി. എനിക്ക് ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. കണ്ണോർക്ക്, കണ്ണോർ തന്നെ നോക്ക് ചേച്ചി. ഞാൻ ഇനി എടീന്നൊന്നും വിളിക്കത്തില്ല, സത്യമായിട്ട് വിളിക്കത്തില്ല. ചേച്ചി നോക്കി ചേച്ചി. ചേച്ചി എനിക്ക് പേടിയാവുന്നു ചേച്ചി. ചേച്ചി 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 എണീക്ക്. പെട്ടെന്നാണ് ചേച്ചിയുടെ ശരീരത്തെ പാടുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഷി വാസ് ബ്രൂട്ടലി റേപ്ഡ്. മരണത്തിന് മുമ്പും ശേഷവും. ആളുകൾ വരും മുമ്പ് ചേച്ചി ഡ്രസ്സ് ഇടിപ്പിച്ച് ഞാൻ അവിടെ കിടത്തി. ഹോസ്പിറ്റലിൽ പോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് എൻ്റെ വീട്ടിൽ വരാൻ സാധ്യതയുള്ള എല്ലാവരോടും ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഒടുവിൽ ലളിത ചേച്ചിയുടെ അടുത്തെത്തി. ചേച്ചി എന്നോട് അവൻ്റെ കാര്യം പറഞ്ഞു. ആളാരാന്ന് മനസ്സിലാക്കാൻ ഞാൻ ചേച്ചിയുടെ ഫോൺ നോക്കി. ട്രൂ കോളറിൽ അവൻ്റെ നമ്പർ കണ്ട ഞാൻ ഫേസ്ബുക്കിൽ അവൻ്റെ ചാറ്റ് എടുത്ത് നോക്കി. എനിക്ക് കാര്യങ്ങൾ ക്ലിയറായി. അടുത്ത ഒരു മാസം കൊല്ലുന്നതിന് 1 മിനിറ്റ് മുമ്പ് ഞാൻ അവനോട് ചോദിച്ചു, ഫേസ്ബുക്കിൽ ഇത്ര അധികം ആളുകളുണ്ടായിട്ടും എന്തിനാ എൻ്റെ ചേച്ചി? അതിനവൻ പറഞ്ഞ ഉത്തരം എന്താ പറയുക? ഇറ്റ്സ് ബിക്കോസ് ഷീസ് എ മോഡൽ. അവളൊരു മോഡലായതുകൊണ്ടാണ്. സർ, മോഡലായാൽ മോഡേണായിട്ടൊന്ന് ഡ്രസ് ചെയ്താൽ ഇവർക്ക് സെപ്റ്റംബർ 1 അവൻ എൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ കാമം തീർത്ത ദിവസം. ഒക്ടോബർ 1 ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ തീർത്തു കൊടുത്ത ദിവസം. പാപത്തിൻ്റെ ശമ്പളം മരണം എന്നല്ലേ സാർ? അത് പിന്നെ ഡോക്ടറെ, ഈ നവംബർ 1 നടന്ന കൊലപാതകവും ഈ രണ്ട് തമ്മിൽ എന്താണ് ബന്ധം?
5 വയസ്സ് മാത്രം പ്രായമായ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചവൻ. കോടതി അവനെ വെറുതെ വിട്ടു. പക്ഷേ എനിക്കത് പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണെന്നറിയാം? ദാ കഴിക്ക് എനിക്ക് വേണ്ട, ഞാൻ വേറെ പറഞ്ഞോളാം. കഴിക്ക്. വേറെ പറഞ്ഞോളാം, നീ എടുത്തോ. മെക്സിക്കൻ, സ്പൈസി, ഇറ്റാലിയൻ. ഇത് കണ്ടോ? ഇത് വായിച്ചോ? എന്തോ കുന്തം. എന്താന്ന് പറ. ഒരുത്തൻ ഫോട്ടോയ്ക്ക് കമന്റ് ചെയ്തിരിക്കുന്ന കണ്ടോ? എന്തൊരു ശല്യമാണെന്നറിയോ? ഓരോ ദിവസം ഓരോ മെസ്സേജും, കോപ്പിലെ മെസ്സേജ്. ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇന്നലെയും കൂടെ ഒരുത്തനെ ബ്ലോക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അതേടാ, ഓരോ ആളുകളും അവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിക്കുന്നതിനല്ല വളർത്തു ദോഷം എന്ന് പറയുന്നത്. അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ ഒളിഞ്ഞു നോക്കുന്നതാണ്. ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമോ? ഇനി നാളെ എന്നെ ആൾക്കാരെ വന്ന് ചീത്ത വിളിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. ഉറപ്പല്ലേ? ഉറപ്പ്. പ്രിയ ഒഴിച്ച് ബാക്കി എല്ലാ പെമ്പിള്ളാരെയും നീ എന്നെ പോലെ കണ്ടേക്കണം. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാന്ന് വെച്ച് തൊടാനുള്ള അവകാശമില്ല. അത് നീ മനസ്സിലാക്കണം. മനസ്സിലായോ? അതെ, വാഷ്റൂം എവിടാ? ശരി, അവിടെ. സാർ ഇന്ന് വീണ്ടും ഒരു മർഡർ കൂടെ നടന്നിരിക്കുന്നു. അതും ഡിസംബർ 1-ന്. സാർ ആ വാളയാർ കേസിലെ പ്രതിയാ. സാർ ഇത് ആ ദിലീപ് അല്ലാണ്ട് ആരാ? ഇത് ദിലീപ് അല്ലടോ. സാർ എന്തൊക്കെ പറഞ്ഞാൽ അയാൾ വെറുതെ വിടരുതായിരുന്നു. ഈ അന്വേഷണം അയാൾ തന്നെ എത്തില്ലെന്ന് ആര് കണ്ട്? എടോ, നമ്മൾ അന്വേഷിക്കുന്ന ഈ കേസ് ദിലീപിലെത്തില്ല. ഉറപ്പ്. ഉറപ്പാണ് സാർ? ഉറപ്പായിട്ടും എത്തില്ല. ഓക്കെ സാർ. താൻ കഴിച്ചായിരുന്നോ? കഴിച്ചു. എങ്കിൽ താൻ വെയിറ്റ്, ഞാൻ കഴിച്ചിട്ട് വരാം. സാർ. ഓക്കെ.